പർവ്വതാരോഹകരുടെ ഏറ്റവും വലിയ ലക്ഷ്യസ്ഥാനമായ ഹിമാലയത്തിലെ ഒരു കൊടുമുടിയാണ് മൗണ്ട് ചോ ഒയു. അതിന് താഴെയായാണ് നേപ്പാൾ ടിബറ്റ് ബോർഡർ ക്രോസ് ആയ നാങ്പാല പാസ് സ്ഥിതി ചെയ്യുന്നത്. 2006 സെപ്റ്റംബർ 30-ന് 70 പേർ അടങ്ങുന്ന ഒരു ടിബറ്റൻ സംഘം കാൽനടയായി ഈ ബോർഡർ ക്രോസ് ചെയ്തുകൊണ്ട് ടിബറ്റിൽ നിന്നും നേപ്പാളിലേക്ക് കടക്കുവാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഒരാൾ ഉയരത്തിൽ മഞ്ഞു മൂടിക്കിടന്നിരുന്ന ഈ വഴിയിൽ കൂടി അവർ നടന്നു നീങ്ങുമ്പോൾ അധികം അകലെയല്ലാതെ അവർക്ക് പിന്നിലായി ചൈനീസ് അതിർത്തി പട്ടാളവും നിലയുറപ്പിച്ചിരുന്നു. എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു വെടിയൊച്ച ശബ്ദം കേൾക്കുകയും കൗമാരക്കാരിയായ ഒരു പെൺകുട്ടി പിന്നിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു. മറ്റൊരാളും പരിക്കേറ്റു വീണു. ചിലർ ഭയചകിതരായി. ചിലർ ഭയചകിതരായി നിന്നപ്പോൾ മറ്റുള്ളവർ പരിഭ്രാന്തിയോടെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. ചൈനീസ് അതിർത്തി പട്ടാളം അവരിൽ 25ഓളം പേരെ, കുട്ടികളെ അടക്കം പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കി. മറ്റുള്ളവർ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. മണിക്കൂറുകൾക്ക് ശേഷം ആ സ്പോട്ടിൽ തിരിച്ചു വന്ന പട്ടാളം മരിച്ചു കിടന്ന ആ പെൺകുട്ടിയുടെ മൃതദേഹം ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കി അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി. യാദൃശ്ചികമായി മൗണ്ട് ചോയുവിലെ ട്രക്കിംഗ് ക്യാമ്പിലുണ്ടായിരുന്ന ചില പർവ്വതാരോഹകർ ഇതെല്ലാം മുഗൾ ഭാഗത്തു നിന്നും കാണുന്നുണ്ടായിരുന്നു. അവരിൽ ഫോട്ടോഗ്രാഫറായ ഒരു റൊമാനിയൻ പർവ്വതാരോഹകൻ ഇതെല്ലാം തൻ്റെ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. ഇത് പിന്നീട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. കേവലം 17 വയസ്സ് മാത്രമുള്ള കൗമാരക്കാരിയായ ആ പെൺകുട്ടിയുടെ പേര് കെൽസാം നാംസോ എന്നായിരുന്നു. അവർ ഇന്ത്യയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ദലൈലാമയോടും ടിബറ്റൻ ജനതയോടും ഒപ്പം ചേരുവാനും സ്വന്തം മതാചാരങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും തുടർ പഠനം ചെയ്യാനുമെല്ലാം ആഗ്രഹിച്ചിരുന്നു. അരനൂറ്റാണ്ടിലേറെയായി ടിബറ്റിൽ അധികാരമുറപ്പിച്ചിരിക്കുന്ന ചൈനയുടെ അധിനിവേശ ഭരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു പാവം കന്യാസ്ത്രീയോട് ചൈനീസ് പട്ടാളം കാണിച്ച ക്രൂരതയായിരുന്നു അത്. അന്ന് ആരുടെയൊക്കെയോ മനസ്സിൽ ജീവിക്കുന്ന ഓർമ്മകൾ അവശേഷിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യജീവൻ കൂടി ആ അതിർത്തിയിൽ മരിച്ചു വീണു. ടിബറ്റിനെ സംബന്ധിച്ച് ഇതൊരൊറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. യാദൃച്ഛികമായൊരു ഫോട്ടോഗ്രാഫർ അത് പകർത്തിയത് കൊണ്ട് മാത്രം അത് പുറം ലോകം അറിയാൻ ഇടയായി. അധികാരവും സമ്പത്തും കൈക്കലാക്കാൻ കമ്മ്യൂണിസത്തിന്റെ പേരും പറഞ്ഞ് ചൈന തകർത്ത ഒരു സംസ്കാരത്തിന്റെ കഥ കൂടിയാണിത്. ചൈനയുടെ ചരിത്രത്തിൽ അവരെ ഭരിച്ചിരുന്ന അവസാനത്തെ രാജവംശമായിരുന്നു ക്യുങ് രാജവംശം. ചൈനയുടെ വടക്കിഴക്കേ പ്രദേശമായ മഞ്ചൂറിയയിൽ ജീവിച്ചിരുന്ന ഒരു ന്യൂനപക്ഷ വംശമായ മാഞ്ചസ് ആണ് 1644-ൽ ക്യുങ് രാജവംശം സ്ഥാപിക്കുന്നത്. ചൈനയും മംഗോളിയയും തായ്വാനും ടിബറ്റുമെല്ലാം അടങ്ങുന്ന വലിയൊരു സാമ്രാജ്യമായിരുന്നു ക്യുങ് ഭരിച്ചിരുന്നത്. നൂറ്റാണ്ടുകൾക്കിപ്പുറം ദുർബലമാക്കപ്പെട്ട ക്യുൻ ഭരണത്തിനെതിരെ ചൈനയിൽ 1911-ൽ ഒരു ആഭ്യന്തര വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഇതിനെ സീനായ് വിപ്ലവം എന്നാണ് വിളിക്കുന്നത്. ഈ വിപ്ലവത്തിൽ പിൻകാലത്ത് ആധുനിക ചൈനയുടെ പിതാവ് എന്ന പേരിൽ പ്രസിദ്ധനായ സൺ യാറ്റ് സെന്നിന്റെ നേതൃത്വത്തിലുള്ള വിപ്ലവകാരികൾ ക്യുൻ സാമ്രാജ്യം പിടിച്ചെടുത്തതായി പ്രഖ്യാപിച്ചു. ടിബറ്റിന്റെ പരമാധികാരി ആയ ദലൈലാമയുടെ നിലപാട് അന്ന് വേറെയായിരുന്നു. ക്യുൻ സാമ്രാജ്യം അസ്തമിച്ചതോടുകൂടി ചൈന പ്രദേശങ്ങളുമായുള്ള തങ്ങളുടെ എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു എന്നും ടിബറ്റ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയെന്നും അന്നത്തെ ദലൈലാമായിരുന്ന തപ്തൻ ഗ്യാറ്റ്സോ 1913-ൽ ഒരു പ്രഖ്യാപനവും നടത്തി. അന്ന് സൺ യാറ്റ് സെന്നിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ചൈന റിപ്പബ്ലിക്കിന് ടിബറ്റിന്റെ മേലുള്ള തങ്ങളുടെ അവകാശം വാക്കാൽ പറയുകയല്ലാതെ അത് ഉറപ്പിച്ചെടുക്കുവാനുള്ള രേഖകളോ മറ്റു മാർഗങ്ങളോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. രാജവാഴ്ച അവസാനിച്ച ചൈനയിൽ പിന്നീട് യുദ്ധപ്രഭുക്കന്മാരുടെയും ആഭ്യന്തര യുദ്ധങ്ങളുടെയും എല്ലാം കാലമായിരുന്നു. ഇങ്ങനെ കുറച്ചു കാലം നീണ്ടുന്ന ഈ ആഭ്യന്തര കലഹങ്ങൾക്കെല്ലാം ഒരു അറുതി സംഭവിച്ചത് 1949-ലാണ്. സമയത്ത് രാജ്യത്തെ പ്രമുഖ ശക്തിയായിരുന്ന മാവോ സേതുങ് നയിച്ചിരുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിയാങ് കായ്സെക് നയിച്ചിരുന്ന കുമിൻഡാങ് പാർട്ടിയെ പരാജയപ്പെടുത്തി. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ CCP, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന അഥവാ PR ചൈന എന്ന രാഷ്ട്രത്തിന് രൂപം കൊടുക്കുകയും ചെയ്തു. പിന്നീട് CCP എന്ന ഒറ്റ രാഷ്ട്രീയ കക്ഷിയുടെ നേതൃത്വത്തിൽ തങ്ങളുടെ രാഷ്ട്രത്തിന്റെ അധികാരപരിധി വർദ്ധിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചൈനയുടെ പട്ടാളമായ പീപ്പിൾസ് ലിബറേഷൻ ആർമി അഥവാ PLA
1950 ടിബറ്റിലേക്ക് കടന്നു കയറാൻ തുടങ്ങിയത്. ആകാശം മുട്ടുന്ന പർവ്വത നിരകൾക്കിടയിൽ കിടക്കുന്ന 3 പ്രദേശങ്ങളോട് കൂടിയതാണ് ടിബറ്റ് എന്ന രാഷ്ട്രം. ആംഡോ, ക്യാം, യുട്സാങ് എന്നിങ്ങനെ 3 പ്രദേശങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഈ ഒരു പ്രദേശങ്ങളുടെ ഒരു ശരാശരി ഉയരം 14,000 അടിയാണ്. അതുകൊണ്ട് തന്നെ 25 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ രാഷ്ട്രത്തെ പൊതുവെ ലോകത്തിന്റെ മേൽക്കൂര എന്നാണ് വിളിക്കുന്നത്. ഇവരെല്ലാവരും പ്രാദേശികമായ ഭാഷയിലും സംസ്കാരത്തിലും ജീവിതത്തിലുമെല്ലാം വ്യത്യസ്തത പുലർത്തുന്നവരാണ്. ആംഡോയിൽ ഭൂരിഭാഗവും കൃഷി ചെയ്യുന്നവരും കന്നുകാലി വളർത്തി ജീവിക്കുന്ന നാടോടികളുമാണ് ഉള്ളതെങ്കിൽ ക്യാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലൂടെയും ചൈനയിലൂടെയും ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളായ സിന്ധു, ബ്രഹ്മപുത്ര, സത്ലജ്, യെല്ലോ, മെക്കോങ് പോലുള്ള പല നദികളുടെയും ഉദ്ഭവസ്ഥാനം ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ വളരെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഈ ഒരു പ്രദേശം, അവിടെ നിത്യഹരിത വനങ്ങളുണ്ട്, മഞ്ഞു മൂടിയ വലിയ പർവ്വതങ്ങളും താഴ്വരകളും വന്യജീവി സമ്പത്തും എല്ലാമുള്ള ഒരു പ്രദേശമാണ് ക്യാം. ക്യാമിലെ നിവാസികൾ പാരമ്പര്യമായി അറിയപ്പെടുന്നത് ടിബറ്റിന്റെ പോരാളികൾ എന്നാണ്. കാരണം അവർ പുറമെ നിന്നുള്ള സ്വാധീനം ആഗ്രഹിക്കാത്തവരാണ്, അത് ഇഷ്ടപ്പെടാത്തവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. യുട്സാങ് എന്നുള്ള പ്രദേശത്താണ് ടിബറ്റിന്റെ തലസ്ഥാനമായ ലാസ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് പ്രശസ്തമായ പോട്ടാല കൊട്ടാരവും എവറസ്റ്റ് ബേസ് ക്യാമ്പും മൗണ്ട് കൈലാഷുമെല്ലാം ഉള്ളത്. 1950 ചൈനയുടെ പട്ടാളമായ PLA ടിബറ്റിന്റെ വടക്കുള്ള ചാംഡോ എന്നുള്ളൊരു പ്രദേശത്തേക്ക് കടന്നു കയറുകയും ആ പ്രദേശം കൈയടക്കുകയും ചെയ്തു. ഇങ്ങനെ ചൈന ടിബറ്റിന്റെ മേൽ ഭരണപരമായ ചില സന്ധി ചർച്ചകൾക്ക് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഭാവിയിൽ തങ്ങളുടെ രാഷ്ട്രത്തിന്റെ മേലുള്ള ഇങ്ങനെയുള്ള കടന്നുകയറ്റം ചെറുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അന്നത്തെ ലാസയിലുള്ള ടിബറ്റൻ ഗവൺമെന്റ് ബെയ്ജിങ്ങിലുള്ള ചൈനീസ് ഗവൺമെന്റുമായി ഒരു സന്ധി ചർച്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തു. ഇങ്ങനെ ഒരു ചർച്ച ഒരു കരാറിന് വഴിവെച്ചു. അതിൻ്റെ പേരാണ് 17 പോയിന്റ് അഗ്രിമെന്റ്. ചൈനയുമായി ടിബറ്റ് നിയമപരമായി ഏർപ്പെട്ടിട്ടുള്ള ഒരേയൊരു രേഖയാണിത്. ഈ ഒരു കരാർ പ്രകാരം ചൈനയുടെ ഭാഗമായി കഴിഞ്ഞാലും ടിബറ്റിന്റെ സ്വയംഭരണാവകാശവും രാഷ്ട്രീയ മത സംവിധാനങ്ങളും സ്വാതന്ത്ര്യവും നിലനിർത്തുമെന്ന് ചൈന ഉറപ്പുകൊടുത്തു. അതുപോലെ ടിബറ്റൻ സമൂഹത്തിലെ പ്രധാനപ്പെട്ട 2 അധികാര പദവികളാണ് ദലൈലാമയുടെയും പഞ്ചൻ ലാമയുടെയും. അവരുടെ ഈ പദവികളിലും അധികാരങ്ങളിലും കൈ കടത്തില്ല എന്നും ചൈന വ്യക്തമാക്കി. ടിബറ്റൻ ഭാഷയും മതവിശ്വാസ ആചാരങ്ങളും ബുദ്ധസന്യാസി മഠങ്ങളും സംരക്ഷിക്കുമെന്നും അവർ പറയുകയുണ്ടായി. വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെയും കൃഷിയുടെയും കന്നുകാലി വളർത്തലിൻ്റെയും വാണിജ്യ വ്യവസായങ്ങളുടെയും നിലവാരം ഉയർത്തുമെന്നും അവർ രേഖപ്പെടുത്തി. നൂറ്റാണ്ടുകളായി തലമുറകളിലൂടെ കൈമാറി ആചരിച്ചു വന്ന തങ്ങളുടെ തനതായ സംസ്കാരവും സ്വാതന്ത്ര്യവും നിലനിർത്തും എന്നുള്ള ഉറപ്പിന്മേൽ ടിബറ്റൻ പ്രതിനിധികൾ ചൈന ഗവൺമെന്റ് മുൻപോട്ട് വെച്ച കരാറിൽ ഒപ്പിടുകയും അത് ദലൈലാമ അംഗീകരിക്കുകയും ചെയ്തു. ഈ കരാറിലൂടെ തന്നെ ടിബറ്റിന്റെ വിദേശകാര്യം കൈകാര്യം ചെയ്യാനുള്ള അധികാരവും ടിബറ്റിൽ ചൈനീസ് പട്ടാളത്തെ വിന്യസിക്കാനുള്ള അധികാരവും ചൈന നേടിയെടുത്തു. അങ്ങനെ വളരെ കാലങ്ങൾക്ക് ശേഷം ടിബറ്റിനെ ചൈന സ്വന്തം സാമ്രാജ്യത്തിലേക്ക് ചേർത്ത് കെട്ടി. കാര്യം നടന്നതോടെ ചൈന തനിനിറം കാട്ടാൻ തുടങ്ങി. ടിബറ്റിലൊട്ടാകെ ചൈനീസ് പട്ടാളത്തെ നിയോഗിച്ചു. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള CCP ഗവൺമെന്റ് ഭരണ സംവിധാനത്തിൽ ടിബറ്റിനെ ഉൾക്കൊള്ളിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ടിബറ്റിൽ അവരുടേതായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനും തുടങ്ങി. 17 പോയിന്റ് അഗ്രിമെന്റിൽ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ചൈനീസ് ഗവൺമെന്റ് ടിബറ്റൻ തദ്ദേശീയ ഭരണത്തിൽ കൈപ്പെടാൻ തുടങ്ങി. സ്വന്തം മതവിശ്വാസങ്ങൾ ആചരിക്കുന്നതിന് ടിബറ്റുകാർക്ക് ശക്തമായ നിയന്ത്രണങ്ങൾ നേരിടേണ്ടതായി വന്നു. ടിബറ്റിലെ സാമൂഹിക സാംസ്കാരിക കാര്യങ്ങൾ മുൻപിൽ നിന്നും ചെയ്തിരുന്നത് ബുദ്ധസന്യാസിമാരും കന്യാസ്ത്രീകളും ഒക്കെയാണ്. അവരെ ചൈനീസ് ഉദ്യോഗസ്ഥർ വീണ്ടുവിചാരത്തിന് ഉപദേശിക്കുകയും ചൈനീസ് ദേശഭക്തി പുനർവിദ്യാഭ്യാസത്തിന് നിർബന്ധിക്കുകയും ചെയ്തു. എതിർക്കുന്ന ബുദ്ധസന്യാസി മഠങ്ങൾ അടപ്പിക്കുവാനും തുടങ്ങി. ചൈനീസ് അധികാരികൾ ചൈനയിലെ ഭൂരിപക്ഷ വിഭാഗമായ ഹാൻ വംശത്തെ കൂടുതലായി ടിബറ്റിലേക്ക് കടന്നു കയറാൻ പ്രോത്സാഹനം കൊടുത്തു തുടങ്ങി. ഇങ്ങനെ എല്ലാ മേഖലകളിലും ശക്തമായ കടന്നുകയറ്റം അനുഭവിച്ച ടിബറ്റുകാർ സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ കൂട്ടമായ പ്രതിഷേധത്തിന് ഒരുങ്ങി. ഇങ്ങനെ 1959 ചൈന അധികാരമുറപ്പിച്ച ടിബറ്റിന്റെ തലസ്ഥാനമായ ലാസയിൽ സമാധാനപൂർണമായി ടിബറ്റുകാർ ആരംഭിച്ച പ്രതിഷേധത്തെ ഇന്ന് ടിബറ്റൻ അപ്രൈസിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
ഈ ഒരു പ്രതിഷേധം പെട്ടെന്ന് തന്നെ ചൈനീസ് പട്ടാളവുമായുള്ള ഏറ്റുമുട്ടലുകളിലേക്കും ആക്രമണത്തിലേക്കും തിരിഞ്ഞു. അറസ്റ്റിന്റെ ഭീഷണിയിലായ ദലൈലാമയും ടിബറ്റൻ പ്രതിനിധികളും 80,000-ഓളം വരുന്ന ടിബറ്റൻ തദ്ദേശീയരും ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ കൂടി ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു കടന്നു. അതേസമയം 2000-ഓളം ടിബറ്റുകാർ ഈയൊരു ഏറ്റുമുട്ടലിൽ മരണപ്പെടുകയും ചെയ്തു. ലാസ പൂർണ്ണമായും ചൈനീസ് പട്ടാളത്തിന്റെ കയ്യിലാവുകയും ചെയ്തു. ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ദലൈലാമ അരുണാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ വെച്ച് സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ എന്ന ടിബറ്റൻ ഗവൺമെന്റ് ഒരു പ്രവാസി ഗവൺമെന്റായി പുനഃസ്ഥാപിച്ചു. ഒരിക്കലും ഇങ്ങനെ ഒരു പ്രവാസി ഗവൺമെന്റിനെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത ചൈന ടിബറ്റിന്റെ ആംഡോ ഖാം എന്നുള്ള പ്രദേശങ്ങൾ PR ചൈനയിലേക്ക് കൂട്ടിച്ചേർത്തു. മാത്രമല്ല യൂട്സാങ്ങും ഖാമിന്റെ പടിഞ്ഞാറ് ഭാഗവും കൂട്ടിച്ചേർത്തുകൊണ്ട് ടിബറ്റ് ഓട്ടോണമസ് റീജിയൻ എന്നുള്ളൊരു പുതിയ പ്രദേശത്തിനും രൂപം നൽകി. അങ്ങനെ ഇന്നത്തെ ടിബറ്റ് പണ്ടുള്ള ടിബറ്റിന്റെ പകുതി മാത്രം വലുപ്പമുള്ള ടിബറ്റ് ഓട്ടോണമസ് റീജിയനായി ചുരുങ്ങി. ചൈനയുടെ ഏകാധിപത്യത്തെ ഒരിക്കലും ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ല എന്ന് ദലൈലാമയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ നാടും സംസ്കാരവും സംരക്ഷിക്കുന്നതിന് കഠിനമായ പ്രയത്നം വേണമെന്ന് അറിയാമായിരുന്ന അദ്ദേഹം തൻ്റെ മുൻഗാമികളിൽ നിന്നും വിഭിന്നമായി പാശ്ചാത്യ രാജ്യങ്ങൾ സന്ദർശിക്കാൻ തുടങ്ങി. 1970 തൊട്ട് അദ്ദേഹം പല രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കളുമായി നിരന്തരമായ ചർച്ചകളിലും സമ്പർക്കങ്ങളിലും ഏർപ്പെട്ടു. ഇത് ഒരു സമാധാനത്തിന്റെ പ്രതിനിധി, ഒരു ബുദ്ധമത പണ്ഡിതൻ എന്നീ നിലകളുള്ള അദ്ദേഹത്തിന്റെ പ്രശസ്തി വാനോളം ഉയർത്തുകയും ചെയ്തു. ടിബറ്റിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമാധാനപൂർണമായ ശ്രമങ്ങൾക്കും വിശിഷ്ടമായ ബുദ്ധമത തത്വശാസ്ത്രത്തിലുള്ള തൻ്റെ എഴുത്തുകൾക്കും പല പാശ്ചാത്യ സർവകലാശാലകളും സ്ഥാപനങ്ങളും ഹോണററി ഡോക്ടറേറ്റ് ഡിഗ്രി നൽകി അദ്ദേഹത്തെ പല സമയങ്ങളിലായി ആദരിക്കുകയുണ്ടായി. ഇങ്ങനെ അന്താരാഷ്ട്ര വേദികളിൽ തൻ്റേതായ ഒരു സ്പേസ് വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒടുവിൽ തൻ്റെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ വിശിഷ്ടമായ അംഗീകാരമായി കണക്കാക്കുന്ന നോബൽ സമ്മാനവും 1989 അദ്ദേഹത്തെ തേടിയെത്തി. ഇക്കാലയളവിൽ മാവോ സേതുങ്ങും പിന്നാലെ വന്ന ചൈനീസ് ഭരണാധികാരികളും ടിബറ്റിൽ നടത്തിയ പരിഷ്കരണങ്ങളും നിരവധിയാണ്. അവർ ടിബറ്റൻ ദേശീയ പതാക നിരോധിച്ചു. അത് കയ്യിൽ വയ്ക്കുന്നതും പൊതുവായി പ്രദർശിപ്പിക്കുന്നതും കുറ്റമാക്കി. ബുദ്ധാശ്രമങ്ങളിൽ പലപ്പോഴും ചൈനീസ് പതാക ഉയർത്താൻ ചൈനീസ് അധികാരികൾ നിർബന്ധം പിടിച്ചു. കാരണം ടിബറ്റ് ചൈനയുടെ ഒരു ഭാഗമാണെന്നും അതുകൊണ്ട് അവരോട് കൂറ് കാണിക്കണമെന്നും ദലൈലാമയെ തള്ളിപ്പറയണമെന്നും അവർ നിരന്തരം ജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ദലൈലാമയുടെ ഒരു ചിത്രം കയ്യിൽ വയ്ക്കുന്നതും എന്തിന് മൊബൈലിൽ സൂക്ഷിക്കുന്നത് പോലും ശിക്ഷ അർഹിക്കുന്ന കുറ്റങ്ങളായി മാറി. ചൈനീസ് അധികാരികൾ ടിബറ്റൻ കുടുംബങ്ങളിൽ നിന്നും ചെറിയ കുട്ടികളെ ബോർഡിംഗ് സ്കൂളുകളിൽ അയച്ച് നിർബന്ധപൂർവം ചൈനീസ് ഭാഷ പഠിപ്പിക്കാൻ തുടങ്ങി. സ്കൂളുകളിൽ ചൈനീസ് ഭാഷയായ മാൻഡറിനെ പ്രാഥമിക ഭാഷയാക്കുകയും ടിബറ്റൻ ഭാഷയെ രണ്ടാം ഭാഷയാക്കി മാറ്റുകയും ചെയ്തു. 1970 ചൈനയിൽ മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സാംസ്കാരിക വിപ്ലവം ടിബറ്റിലെ 99% ബുദ്ധമത ആശ്രമങ്ങളും തകർത്തു കളഞ്ഞു. 1959 6000-ലധികം ഉണ്ടായിരുന്ന ബുദ്ധാശ്രമങ്ങളിൽ ഇന്ന് നാമമാത്രം എണ്ണമേ ടിബറ്റിൽ അവശേഷിക്കുന്നുള്ളൂ. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ടിബറ്റിലെ ഖാം മേഖലയിലുള്ള ലാറുങ്കാർ എന്നു പേരുള്ള ഒരു ബുദ്ധമത വിദ്യാർത്ഥി സമൂഹം. ഖാം എന്നത് ഒരു പരമ്പരാഗത ടിബറ്റൻ മേഖലയാണ്. ഇവിടെ 1980 സ്ഥാപിക്കപ്പെട്ട സർട്ടാലാറുങ് 5 സയൻസ് അക്കാഡമി എന്ന ബുദ്ധമത സ്ഥാപനത്തിന് ചുറ്റും താൽക്കാലിക ഭവനങ്ങൾ പണിതുകൊണ്ട് ബുദ്ധമതം അഭ്യസിക്കാൻ വന്ന വിദ്യാർത്ഥി സമൂഹത്തെയാണ് ലറുങ്കാർ എന്ന് പറയുന്നത്. ഈ അക്കാഡമിയുടെ കീഴിൽ 18,000-ഓളം വിദ്യാർത്ഥികൾ ലാറുങ്കാറിൽ ടിബറ്റൻ ബുദ്ധിസം പഠിക്കുവാൻ തിങ്ങിപ്പാർത്തിരുന്നു എന്നാണ് കണക്ക്. എന്നാൽ 2016ഓടെ ചൈനീസ് ഗവൺമെന്റ് ഇവിടെയുള്ള അന്തേവാസികളുടെ എണ്ണം 5000-ആയി കുറയ്ക്കാനായി ഉത്തരവിട്ടു. ബാക്കിയുള്ളവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്ന കെട്ടിടങ്ങൾ, കാലിയാകുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുവാനും ഉത്തരവായി. ഇത്രയധികം വിദ്യാർത്ഥികൾ ഈ ലാറുങ് താഴ്വരയിൽ തിങ്ങി ജീവിക്കുന്നതിലെ ഉണ്ടായേക്കാവുന്ന ഒരു പാരിസ്ഥിതിക അപകടം ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ചൈനീസ് ഗവൺമെന്റ് ന്യായം. കൂടാതെ ഈ വിദ്യാർത്ഥി സമൂഹത്തിന്റെ സാമ്പത്തിക കൈകാര്യവും അതുപോലെ തന്നെ ആഭ്യന്തര കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ചുമതലയും CCP ഗവൺമെന്റ് ഏറ്റെടുത്തു. അങ്ങനെ ടിബറ്റൻ ബുദ്ധിസം പഠിക്കുന്നതിൽ നിന്നും ഭൂരിഭാഗം പേരെയും വിലക്കാനും ചൈനീസ് ഗവൺമെന്റിന് കഴിഞ്ഞു. പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ടിബറ്റിൽ കൃഷി ചെയ്തുകൊണ്ടും കന്നുകാലികളെ മേയിച്ചുകൊണ്ടും വ്യാപാരം നടത്തിക്കൊണ്ടുമെല്ലാമാണ് പരമ്പരാഗത ടിബറ്റൻ ജനത
ജീവിച്ചു വന്നിരുന്നത്. പ്രകൃതി രമണീയമായ ടിബറ്റിന്റെ പുൽമേടുകളിൽ തന്നെ 20 ലക്ഷത്തോളം തദ്ദേശീയരായ നാടോടികൾ കാലികളെ മേയിച്ച് സ്വതന്ത്ര വ്യവഹാരം നടത്തി ജീവിച്ചിരുന്നു എന്നാണ് കണക്ക്. അധികാരം കൈക്കലാക്കിയതിനു ശേഷം ചൈനീസ് ഗവൺമെന്റ് ഈ പുൽമേടുകളിൽ നിന്നും ഈ നാടോടികളെ പൂർണ്ണമായും ഒഴിപ്പിച്ചു. അവർക്ക് കയറിക്കിടക്കാൻ ചെറിയ ബങ്കറുകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഇട്ടുകൊടുത്തു. ഇപ്പോൾ ഈ പുൽമേടുകളിൽ പുതിയ ചെമ്പിന്റെയും കൽക്കരിയുടെയും ലിഥിയത്തിന്റെയും സ്വർണത്തിന്റെയും എല്ലാം ഖനികൾ അവർ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല പരമ്പരാഗത ഹാൻ ചൈനീസ് വംശജരെ ഈ പ്രദേശങ്ങളിലേക്ക് കുടിയേറി ഇവിടെ ജോലിയെടുത്തു ജീവിതം കണ്ടെത്താൻ അവർ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിലേക്ക് കൂടി ഒഴുകുന്ന പല നദികളുടെയും ഉദ്ഭവസ്ഥാനമാണ് ടിബറ്റ്. ഈ നദീജലം പരമാവധി ചൈന പ്രദേശങ്ങളിലേക്ക് കിട്ടത്തക്കവണ്ണം ഇപ്പോൾ ടിബറ്റിൽ പുതിയ ഡാമുകളുടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസം എന്ന പേരും പറഞ്ഞുകൊണ്ട് കണ്ണു കാണാതായ ചൈന ടിബറ്റൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജന്മിത്വം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവരുമായി നിർബന്ധപൂർവമായ ഒരു കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു പുരാതന സംസ്കാരത്തെ തന്നെ കുളം തോണ്ടുന്ന നയമാണ് ഇപ്പോൾ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ടിബറ്റിൽ തങ്ങളുടെ ജനത അനുഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധയിൽ കൊണ്ടുവരാൻ CTA ഗവൺമെന്റ് കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. CTA പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ അഭയാർത്ഥികളായി ജീവിക്കുന്ന ടിബറ്റൻ ജനതയുടെ ക്ഷേമത്തിനും കൂടി വേണ്ടിയാണ്. ഇതിനെല്ലാമുള്ള പണം അവർ കണ്ടെത്തുന്നത് മറ്റുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന ടിബറ്റൻ പ്രവാസികളുടെ പക്കൽ നിന്നാണ്. ഇങ്ങനെ അവർക്ക് ലഭിക്കുന്ന ഈ സഹായധനം CTA ഗവൺമെന്റിനുള്ള ടാക്സ് ആയി കണക്കാക്കി അവരുടെ എല്ലാം ഡാറ്റ അടങ്ങുന്ന ഒരു ബുക്ക് ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ഗ്രീൻ ബുക്ക്. ഈ ഗ്രീൻ ബുക്ക് ഡാറ്റ പ്രകാരം 1.5 ലക്ഷത്തോളം ടിബറ്റൻകാർ ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. 1987 ഒരു മനുഷ്യാവകാശ സംഘടനയുടെ ക്ഷണപ്രകാരം US-ലെത്തിയ ദലൈലാമ ടിബറ്റിന്റെ ഭാവി നിർണയിക്കുന്നതിലേക്കായി ഒരു പദ്ധതിയും അവരുടെ സമ്മേളനത്തിൽ വെച്ച് അന്ന് അവതരിപ്പിക്കുകയുണ്ടായി. ടിബറ്റിനെ ശാന്തിയും സമാധാനവുമുള്ള ഒരു പ്രദേശമായി നിലനിർത്തുക, പരമ്പരാഗത ചൈനീസ് വംശജരെ കൂട്ടമായി അങ്ങോട്ട് കയറ്റിവിടുന്നത് നിർത്തലാക്കുക, അടിസ്ഥാന മനുഷ്യാവകാശങ്ങളും ജനാധിപത്യ സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കുക, ടിബറ്റിൽ ആണവായുധ നിർമ്മാണവും ആണവ മാലിന്യം തള്ളുന്നതും നിർത്തുക, തദ്ദേശീയ ടിബറ്റൻ ജനതയും പരമ്പരാഗത ഹാൻ ചൈനീസ് വംശവുമായുള്ള ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്നതിനെ കുറിച്ച് ആത്മാർത്ഥമായിട്ടുള്ള സന്ധി ചർച്ചകൾക്ക് ചൈനീസ് ഗവൺമെന്റ് വഴിയൊരുക്കുക, ചൈനയുടെ താല്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുമായി ചേർന്ന് നിൽക്കുന്ന സ്വയം ഭരണാധികാര അവകാശമുള്ള ഒരു ജനാധിപത്യ രാജ്യമായി ടിബറ്റിനെ അംഗീകരിക്കുക, സ്വന്തം വംശം, സംസ്കാരം, വിശ്വാസ, ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് വെച്ചാൽ ടിബറ്റുകാർ തന്നെയായിരിക്കണം അവരുടെ തലയിലെടുത്ത് തീരുമാനിക്കേണ്ടത് എന്നിങ്ങനെയായിരുന്നു അന്ന് ദലൈലാമ ആ സമ്മേളനത്തിൽ മുൻപോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ. എന്നാൽ ടിബറ്റൻ സംസ്കാരത്തിന്റെ അവസാനത്തെ ആണിക്കല്ലും ഇളക്കിയെടുക്കാനാണ് ചൈന എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ടിബറ്റൻ സംസ്കാരത്തിലെ ഏറ്റവും 2 ഉയർന്ന പദവികളാണ് ദലൈലാമയുടെയും പഞ്ചൻ ലാമയുടെയും. ചരിത്രപരമായി പുതിയ ലാമമാരെ തിരഞ്ഞെടുക്കുന്നത് ടിബറ്റിലെ ഉന്നത സന്യാസിമാർ ചേർന്നാണ്. എന്നാൽ ഇനി തൊട്ട് ഇങ്ങനെ ഈ പദവിയിലേക്കുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം തങ്ങൾക്ക് വേണമെന്നാണ് ചൈന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1995 ദലൈലാമ ഗെദൻചോക്കെ നിമ എന്നു പേരുള്ള ഒരു 6 വയസ്സുകാരനെ ടിബറ്റിന്റെ 11ാമത് പഞ്ചൻ ലാമയായി അവരോധിച്ചു. എന്നാൽ ദിവസങ്ങൾക്കകം ചൈനീസ് അധികൃതർ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. പകരം അവർ തന്നെ കണ്ടുപിടിച്ച ഒരു കുട്ടിയെ ഈ സ്ഥാനത്ത് അവരോധിച്ചു. ഇത് ടിബറ്റുകാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. ഇതുവരേക്കും അതവർ അംഗീകരിച്ചിട്ടുമില്ല. തട്ടിക്കൊണ്ടു പോകപ്പെട്ട കുട്ടിയെക്കുറിച്ചോ അവരുടെ കുടുംബത്തെക്കുറിച്ചോ ഇതുവരെ യാതൊരു വിവരവും ലഭ്യവുമല്ല. താൻ 90 വയസ്സ് തികയ്ക്കുന്ന അവസരത്തിൽ പുതിയ ഒരു ലാമയെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഇപ്പോഴത്തെ ദലൈലാമ ആയ ടെൻസിൻ ഗ്യാറ്റ്സോ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്രഖ്യാപനത്തോടുകൂടി ചരിത്രത്തിൽ ആദ്യമായി ടിബറ്റിന് പുറത്തു നിന്ന് ഒരു ദലൈലാമ ഉണ്ടാകും എന്നൊരു സൂചന കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്നുവെച്ചാൽ 2005 ജൂലൈ മാസത്തോടുകൂടി ടിബറ്റിന് ഒരു പുതിയ സ്ഥാനപതി അല്ലെങ്കിൽ ദലൈലാമ ഉണ്ടാകും. ഇതിന് ചൈനയുടെ വക ഒരു മറുപടിയും ഉണ്ടാകും. നമുക്കത് കാത്തിരുന്ന് കാണാം.